ഡി ഗാങ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെയാണ്. ദാവൂദിന്റെ ഡി കമ്പനി ഡി ഗാങ് എന്ന പേരിലും കുപ്രസിദ്ധമാണല്ലോ. എന്നാൽ ഇപ്പോൾ വാർത്തകൾ നിറയുന്ന ഡി ഗാങ്ങുമായി ദാവൂദിന് ഒരു ബന്ധവുമില്ല. കർണാടകയിലെ ക്ഷേത്രനഗരമായ ധർമ്മസ്ഥലയെ പതിറ്റാണ്ടുകളായി അടക്കി ഭരിക്കുന്ന സംഘമാണ് ഡി ഗാങ്. ഡി എന്നാൽ അത് ധർമ്മസ്ഥല എന്നതിന്റെ ചുരുക്കെഴുത്താണ്. ധർമ്മസ്ഥലയിലെ ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചറിയപ്പെടാനായി റിക്ഷകളിൽ ഡി എന്ന് എഴുതിയെടുത്തു തുടങ്ങുന്നു ഡി ഗാങ്ങിന്റെ ചരിത്രം. ആദ്യമൊക്കെ അത് നിർദോഷമായിരുന്നെങ്കിൽ പിന്നീട് കണ്ടത് ഡി ഗാങ് എന്ന കുപ്രസിദ്ധ സംഘമായി അത് വളരുന്നതാണ്. മറ്റ് വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ ഇന്ന് ഡി ഗാങ്ങിന്റെ ഭാഗമാണ്. ഇവിടുത്തെ എല്ലാ ഓട്ടോറിക്ഷക്കാരും കുഴപ്പക്കാരാണെന്നല്ല, ഉപജീവനം തേടി രാപ്പകൽ റിക്ഷ ഓടിക്കുന്ന പാവങ്ങൾക്കും പേരുദോഷമാണ് ഇന്നത്തെ ഡി ഗാങ്. ഏതാണ്ട് 4000 ഏക്കറിലധികം പരന്നു കിടക്കുന്നതാണ് ഈ പ്രദേശം. ഭയം വിതറിയാണ് ഡി ഗാങ് തങ്ങളുടെ അപ്രമാദിത്വം നിലനിർത്തിയിരുന്നത്. ക്രമസമാധാന പാലനവും ഗുണ്ടായിസവും ഒക്കെ ഒരേ സംഘം തന്നെ നടത്തിയാൽ എന്താകും അവസ്ഥ? അതാണ് ധർമ്മസ്ഥലയിലെ ഡി ഗാങ്. ഉന്നത രാഷ്ട്രീയ ബന്ധമാണ് ഡി ഗാങ്ങിന്റെ ഏറ്റവും വലിയ കരുത്ത്. പ്രമാണിമാർക്ക് വേണ്ടി എന്ത് കുളരതായ്മയും ചെയ്യുന്നവർ ഡി ഗാങ്ങിലുണ്ട്. ഒരു കാലത്ത് ഡി ഗാങ് അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ലെന്നതായിരുന്നു ധർമ്മസ്ഥലയിലെ അവസ്ഥ. ധർമ്മസ്ഥലയ്ക്ക് പുറത്ത് കർണാടക ആകെയും പരന്നു കിടക്കുന്നതാണ് ഇന്ന് ഡി ഗാങ്ങിന്റെ സ്വാധീനം. മറ്റു മാഫിയകളുമായും കൂട്ടുചേർന്നതോടെ ഡി ഗാങ്ങിനെ അകറ്റി നിർത്താൻ രാഷ്ട്രീയക്കാർക്ക് കഴിയാതെയായെന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല. പോലീസിനുള്ളിലും ഡി ഗാങ്ങിന് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദശകങ്ങൾക്ക് മുമ്പുള്ള ദുരൂഹ മരണങ്ങൾ പോലും ഇന്നും ചുരുളഴിയാത്ത രഹസ്യങ്ങളായി തുടരുന്നത്. ഇപ്പോഴും ധർമ്മസ്ഥലയിലെ ഓട്ടോറിക്ഷകളിൽ ഡി എന്ന അടയാളമുണ്ട്. ആദ്യകാലത്ത് ധർമ്മസ്ഥലയെ പ്രതിനിധീകരിക്കാൻ മാത്രം ഉദ്ദേശിച്ചിരുന്ന ഈ അടയാളം ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നു. ഡി ഗാങ്ങിന്റെ കരുത്ത് ഇന്നും ഒട്ടും ചോർന്നിട്ടില്ലെന്നതാണ് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം വഴിമുട്ടിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ. ഏറ്റവും ഒടുവിൽ പരസ്യമായി രംഗത്തിറങ്ങിയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഡി ഗാങ് ആക്രമണം അഴിച്ചുവിട്ടത്. പക്ഷേ പെൺകുട്ടികളെ നഷ്ടമായ കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് അറുതി വേണം. ഭൂമിക്കും സമ്പത്തിനും വേണ്ടി ജീവൻ നഷ്ടമായവർക്ക് നീതി ലഭിക്കണം. അതിനായുള്ള പോരാട്ടത്തിൽ ഡി ഗാങ്ങിനെതിരെ ആക്ഷൻ കൗൺസിലിനൊപ്പം അണിചേർന്നവരിൽ സാധാരണക്കാരും സ്ത്രീകളുമെല്ലാമുണ്ട്. ധർമ്മസ്ഥലയിൽ കുഴിച്ചുമൂടപ്പെട്ട രഹസ്യങ്ങൾ പുറത്തായാൽ അവസാനിക്കുക ഡി ഗാങ് മാത്രമാകില്ല. അവരെ കൊണ്ട് ചോരക്കളി നടത്തിയ വമ്പന്മാർ കൂടിയാകും നിലംപരിശാകുക.